ഞാൻ അക്ഷരാവി പരമവട്ടാര കേന്ദ്ര വിദ്യാലയത്തിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അഭിനവേശ് പരമവട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്യാമ്പസിന്റെ അകത്തിൽ ഉള്ള എല്ലാ മരങ്ങളെ പറ്റിയും അല്ലെങ്കിൽ എല്ലാ ചെടികളെ പറ്റിയും അറിയൂ. നമുക്ക് ഇതുവരെ അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, പക്ഷെ ഇനി അറിയും. എന്തെന്നാൽ നമ്മൾ ഈ QR കോഡ് ഇൻസ്റ്റാൾമെന്റ് ചെയ്തതിലൂടെ നമുക്ക് കൂടുതൽ വൃക്ഷങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പിള്ളേർക്ക് അറിവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ ഓരോ വൃക്ഷത്തിനും ഓരോ ചെടിക്കും അതിൻ്റെതായ വ്യക്തിത്വം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ അടച്ചാൽ പിന്നെ കളിപ്പൂട്ടും മൊബൈൽ ഫോണുമായി അവധിക്കാലം ആഘോഷിക്കുന്നവരാണ് ഭൂരിഭാഗം കുട്ടികളും. എന്നാൽ വിജ്ഞാനത്തിന്റെ വേറിട്ടൊരു ലോകത്ത് അവധിക്കാലം ചിലവഴിച്ച് മാതൃകയാവുകയാണ് വടയമ്പാടി പരമവട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ വിദ്യാലയമുറ്റത്തെ മരങ്ങളുടെ ചരിത്രവും ശാസ്ത്രവുമെല്ലാം കുട്ടികൾ വിരൽത്തുമ്പിലെത്തിക്കും. സ്കൂൾ പരിസരത്ത് തണലേകി നിൽക്കുന്ന വിവിധ മരങ്ങളുടെ ശാസ്ത്രനാമവും അവയെക്കുറിച്ചുള്ള ലഘുവിവരണങ്ങളും ഡിജിറ്റലാക്കി ഒരു QR കോഡിൽ ഒതുക്കുക എന്ന വേറിട്ട ദൗത്യമാണ് ഈ മിടുക്കന്മാർ ഏറ്റെടുത്തത്. ഇങ്ങനെ തയ്യാറാക്കിയ QR കോഡുകൾ അതാത് വൃക്ഷങ്ങളിൽ കുട്ടികൾ തന്നെ പതിപ്പിക്കുകയും ചെയ്തു. വിദ്യാലയത്തിലെയും വടയമ്പാടി പരമവട്ടാര ഗുരുകുലാശ്രമത്തിലെയും 20ലധികം വൃക്ഷങ്ങളിലാണ് കുട്ടികൾ ഇത്തരത്തിൽ QR കോഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ മരങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ആ വൃക്ഷത്തിന്റെ ശാസ്ത്രനാമം ഉൾപ്പെടെയുള്ള പൂർണ്ണ വിവരങ്ങൾ നിമിഷ നേരം കൊണ്ട് മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു വരും. നമ്മൾ ഒരു മൊബൈൽ വെച്ച് ഇതിനകത്ത് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇതിലൂടെ ഒരു ചെടിയുടെ ടാക്സോണമിക്കൽ ഹൈറാർക്കി കിട്ടുകയും അതിന്റെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം, അങ്ങനത്തെ പല ഉപയോഗങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ചെടി എത്ര ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ വേരുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയെ പ്രകൃതി സംരക്ഷണത്തിനും അറിവ് പകരുന്നതിനുമായി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ കൊച്ചു ശാസ്ത്രജ്ഞർ. ഇന്നത്തെ ജനറേഷനിൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു വിരൽത്തുമ്പിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും എല്ലാ നോളജും കിട്ടും. പക്ഷേ നേച്ചറിനെ പറ്റി ആർക്കെങ്കിലും അറിയോ? പ്രകൃതിയെ പറ്റി ആരെങ്കിലും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിലൂടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയ ടെക്നോളജിയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രകൃതിയും നമ്മൾ കൂട്ടിക്കലർത്തി ഇൻട്രസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റും എൻഗേജിംഗ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ ഈ കൗതുകകരമായ പരീക്ഷണത്തിന് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു. സയൻസ് വിഭാഗം മേധാവി K. ശ്രീരേഖ, പ്രിൻസിപ്പൽ മനോജ് മോഹൻ, വൈസ് പ്രിൻസിപ്പൽ TG ശ്രീജ എന്നിവർ കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. ഇത് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ വെക്കേഷൻ വർക്കായിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അവർ ഒരുപാട് പേര് ഇതുപോലെ പല പല മരങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയുമുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ട്. ഇനി ഞാൻ അതിനെ QR കോഡാക്കി നമ്മുടെ സ്കൂൾ ക്യാമ്പസിലുള്ള എല്ലാ വലിയ മരങ്ങൾ എന്നല്ല എല്ലാ ചെടികളെയും ഒരു QR കോഡിലേക്ക് ഒതുക്കി പഠനം കുറച്ചും കൂടെ രസകരമാക്കുക, അല്ലെങ്കിൽ ടെക്നോളജിയും സയൻസും കൂടെ മിക്സ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ആ ഒരു മോട്ടോയിലാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രകൃതിയെ അറിഞ്ഞ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾ നടത്തിയ ഈ അവധിക്കാല പരീക്ഷണം ഇപ്പോൾ നാടിനാകെ മാതൃകയായി മാറിയിരിക്കുകയാണ്.